നമസ്കാരം. അഗ്നിഹോത്രി നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 1 മുതൽ 30 വരെ, അതായത് മീനം 18 മുതൽ മേടം 17 വരെയുള്ള വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങൾ നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. നാൾഫലങ്ങൾ പറയുന്നതിന് മുൻപായി രാശിയും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം പരിശോധിക്കാം. ഗ്രഹങ്ങളുടെ ഭ്രമണപഥമായ രാശിചക്രത്തിൽ 12 രാശികളാണുള്ളത്. ഈ 12 രാശികളിലും കൂടിയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുള്ളത്. ഒരു രാശിയിൽ 2.25 നക്ഷത്രമാണ് ഉണ്ടാവുക. ഇത് പലതരത്തിലും വരാം. ചില നക്ഷത്രങ്ങളുടെ അരഭാഗവും മറ്റു ചില നക്ഷത്രങ്ങളുടെ മുക്കാലോ കാലോ ഭാഗങ്ങളുമായിരിക്കും ചിലപ്പോൾ ഒരു രാശിയിൽ ഉണ്ടാവുക. എന്നാൽ 18 നക്ഷത്രങ്ങൾ മാത്രം ഓരോ രാശിയിലും പൂർണ്ണമായി ഉണ്ടാവും. അതേതൊക്കെയാണ്? അശ്വതി, ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, ആയില്യം, മകം, പൂരം, അത്തം, ചോതി, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണവ. ഉദാഹരണം പറഞ്ഞാൽ, ആദ്യത്തെ രാശിയായ മേടരാശിയിൽ അശ്വതി, ഭരണി എന്നിവയും കാർത്തികയുടെ കാൽഭാഗവുമാണ് ഉള്ളത്. അതുപോലെ അവസാനത്തെ രാശിയായ മീനത്തിൽ പൂരൊരുട്ടാതി കാലും കൂടാതെ ഉത്രട്ടാതിയും രേവതിയുമാണുള്ളത്. ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ ഓരോ രാശിയിലും സഞ്ചരിക്കുകയും ആ രാശിയിലുള്ള 2.25 നക്ഷത്രങ്ങളുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. ഇതിനെയാണ് കൂറ് എന്ന് പറയുന്നത്. അങ്ങനെ 27 ദിവസങ്ങൾ കൊണ്ട് ചന്ദ്രൻ 12 രാശി പൂർത്തിയാക്കുന്നു. ഈ കാലയളവിനെയാണ് നക്ഷത്രമാസം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ആണ് കൂറ് എന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ രാശി എന്താണ്, നക്ഷത്രങ്ങൾ എന്താണ്, രാശിയും ചന്ദ്രനും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇങ്ങനെ വളരെ വിശദമായി ഒരു സാധാരണക്കാരന് പോലും ജ്യോതിഷത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും തന്മൂലം അവനവൻ്റെ നാളുകളും കൂറുകളും രാശിയും മനസ്സിലാക്കി നമ്മുടെ ഭാവിയിൽ എന്താണ് നടക്കുക, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു ധാരണ പുലർത്താൻ സാധിക്കും. ഇനി നമുക്ക് നക്ഷത്രഫലങ്ങളിലേക്ക് പോകാം. രോഹിണി നക്ഷത്രം. വ്യക്തി ജീവിതത്തിലും പ്രവൃത്തി സ്ഥലങ്ങളിലും വളരെയധികം മാറ്റമാണ് ഈ മാസം രോഹിണി നക്ഷത്രക്കാർക്കുള്ളത്. ചില വലിയ ബിസിനസ്, ജോലി സംബന്ധമായ പ്രൊജക്റ്റുകൾ, അതിനോടനുബന്ധിച്ച കൂടിക്കാഴ്ചകൾ തുടങ്ങിയ വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നടത്തേണ്ടി വരുന്ന മാസമാണിത്. വരുന്ന ഓഗസ്റ്റ് വരെ അല്പസ്വല്പം ശ്രദ്ധിക്കേണ്ട സമയമാണെന്ന് പറയാം. കൂടെയുള്ളവരെ പരിപൂർണമായും വിശ്വസിക്കാതെ അവനവന് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക വഴി അപ്രതീക്ഷിതമായ തടസ്സങ്ങളെ മറികടക്കാൻ ഇക്കൂട്ടർക്ക് കഴിയുന്നതാണ്. തങ്ങളുടെ ജീവിതത്തിലെ പല സുപ്രധാന തീരുമാനങ്ങളും മാറ്റങ്ങളും നടക്കേണ്ടുന്ന സമയമാണ് കൈവന്നിരിക്കുന്നത്. നിങ്ങളുടെ സമ്പത്ത് തിരികെ വരുന്നതായാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് കടം കൊടുത്തിട്ടുള്ളതോ മറ്റുള്ളവരെ മുൻപ് സഹായിച്ചിട്ടുള്ളതോ ആയ നിങ്ങളുടെ പണം തിരികെ കിട്ടുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തിക രംഗം നല്ല ഭദ്രതയുള്ളതാവുന്നു. അതേസമയം തന്നെ കോടതി, കേസ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാവാം, പണമാവാം, അതൊക്കെ തിരികെ തന്നിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. ധനമാർഗങ്ങൾ തടസ്സമില്ലാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായി ചുരുക്കത്തിൽ പറയാം. ഉദ്യോഗക്കയറ്റം, ശമ്പള കുടിശ്ശിക തുടങ്ങിയവയും വളരെ പെട്ടെന്ന് തന്നെ കരഗതമാകുന്ന സമയമാണ് ഈ മാസം. ക്ഷേത്ര സന്ദർശനങ്ങൾക്ക് വളരെ അനുയോജ്യമായൊരു സമയമാണ്. തന്മൂലം നേരത്തെ പറഞ്ഞ ധനാഗമനത്തിൻ്റെ വേഗത
വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ മാസാവസാനം അകാരണമായ ഒരു അസ്വസ്ഥത നിങ്ങളെ പിടികൂടുന്നതായി കാണുന്നു. അതിന് പരിഹാരമായി ശിവക്ഷേത്രങ്ങളിലോ ഗണപതി ക്ഷേത്രങ്ങളിലോ പോകുന്നത് ഈ മാസം വളരെ നല്ല ഫലങ്ങൾ തരുന്നതായി കാണുന്നു. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ചും അറിയുവാനായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. യൂട്യൂബ് ചാനൽ കാണൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.